നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിൻ്റെ മേൽ നിൻ്റെ ആത്മാവിനെ അയക്കണമേ, വചനം തരണമേ. അത് കർത്താവ് തരുന്ന അർത്ഥത്തിൽ പറയുവാനിടയാക്കണമേ. ആഴമായ അർത്ഥതലങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ. ശ്രോതാക്കളുടെ ഹൃദയങ്ങളിൽ അത് പതിയണം, മാറ്റങ്ങളുണ്ടാകണം. കർത്താവെ അവരെ സഹായിക്കണം. കർത്താവിലേക്ക് വരുവാൻ ഈ വചനങ്ങൾ അവരെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് എഫേസ്യോസ് ലേഖനം 2-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളാണ്. 11-ാം വാക്യം ഞാൻ വായിക്കുന്നു. നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്തവർ നിങ്ങളെ അപരിച്ഛേദിതർ എന്ന് വിളിച്ചിരുന്നത് ഓർക്കുക. വർഗം, ജാതി, ജന്മം, തെരഞ്ഞെടുപ്പ് എന്നീ കാര്യങ്ങൾക്ക് കൊണ്ട് ദൈവജനമെന്ന് വിളിക്കപ്പെടുന്നവരും വേർതിരിക്കപ്പെട്ടവരുമായ യഹൂദർ അല്ലാത്ത മറ്റ് എല്ലാവരെയും കൂടെ ചേർത്താണ് വിജാതിയർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ദൈവജനമല്ലാത്തവരെ നിന്ദാപൂർവം വിശദീകരിക്കുന്ന ഒരു വാക്കാണ് അപരിച്ഛേദിതർ എന്നത്. അക്ഷരാർത്ഥം അഗ്രചർമ്മികൾ എന്നാണ്. ഒരു കാര്യം പ്രത്യേകം ക്രിസ്ത്യാനികളായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്ത്യാനികളായ നമുക്ക് അപരിച്ഛേദനമോ പരിച്ഛേദനമോ ഒരു കാര്യവും ഉള്ളതല്ല. നമ്മളതിനെക്കുറിച്ച് വലിയ ഗൗരവമെടുത്ത് ചിന്തിക്കുന്നില്ല. ഗലാത്യർ 5-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവരെന്ന് നിങ്ങൾ ഓർക്കണമെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അത് കൈകൊണ്ടാണല്ലോ. അപ്പോൾ അത് ബാഹ്യമായ ഒരു അടയാളമാണ്. അതിനെ ആന്തരിക മനോഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കത്തില്ല. ബാഹ്യമായ ഒരു കർമ്മം എന്ന് മാത്രമേ ഉള്ളൂ. ഓർക്കുക എന്ന ആഹ്വാനം കൊണ്ട് ജാതികളുടെ അപ്രത്യാശയില്ലാത്ത അവസ്ഥയാണ് പൗലോസ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അവരെല്ലാം ജഡിക സ്വഭാവമുള്ളവരായിരുന്നു. പഴയ കാര്യമൊന്ന് ഓർക്ക്, നിങ്ങളെല്ലാവരും ജഡിക സ്വഭാവമുള്ളവരായിരുന്നല്ലോ എന്ന്. റോമർ 7:18 പൗലോസ് പറയുന്നു, എന്നിൽ എന്നുവെച്ചാൽ പൗലോസിൻ്റെ എന്നിൽ, അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കുവാൻ എനിക്കറിയാം, പക്ഷേ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. പൗലോസിൻ്റെ കാര്യമാണ് പറയുന്നെങ്കിലും എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യം പറയുകയാണ്. നമുക്കൊക്കെ നന്മ ഇച്ഛിക്കാൻ സാധിക്കുന്നു, പ്രവർത്തന രംഗത്ത് വരുമ്പോൾ അത് പ്രവർത്തിക്കാൻ സാധിക്കാതെ പോകുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. ദൈവജനത്തിന് ഒരു ചില സവിശേഷതകളുണ്ട്. നമ്മൾ വിജാതിയെക്കുറിച്ചാണ് പൗലോസിലൂടെ പറയുന്നത്. പഴയ ജീവിതകാലഘട്ടം ഒന്ന് ഓർക്ക്, നിങ്ങൾ ജഡിക സ്വഭാവമുള്ളവരായിരുന്നല്ലോ എന്ന്. എന്നാൽ ദൈവജനത്തിന്, ഇസ്രായേൽ ജനത്തിൻ്റെ കാര്യമാണ്, അവർക്ക് അവരുടെ ജീവിതത്തിൽ ചില സവിശേഷതകളുണ്ട്. അതെന്താണെന്ന് ഞാനിപ്പോൾ ഒന്ന് പറയുകയാണ്. ഒന്ന്, അവർ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സമ്പത്താണ്. പുറപ്പാട് 19:5 വാക്യങ്ങൾ യഹോവ പറയുന്നു, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും
എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങളെല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. അതാണ് പ്രത്യേകത. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. നിങ്ങളെനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവും ആയിരിക്കും. രണ്ടാമത് അവരുടെ ഒരു പ്രത്യേകത, അവർ യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. നിയമ ആവർത്തനം 14:2 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങളുടെ കർത്താവിന് പരിശുദ്ധമായൊരു ജനമാണ് നിങ്ങൾ. തൻ്റെ സ്വന്തം ജനമായിരിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനങ്ങളിൽ നിന്നും നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തത്. മൂന്നാമത്തെ ഒരു കാര്യം, അവർ മറ്റ് സകല ജാതികളെക്കാട്ടിലും ഉയർത്തപ്പെട്ടവരാണ്. നിയമാവർത്തനം 26:19 പറയുന്നു: മാത്രമല്ല, താൻ സൃഷ്ടിച്ച സകല ജനങ്ങൾക്കും ഉള്ളതിനേക്കാൾ ഉന്നതമായ നാമവും ബഹുമതിയും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അവിടുന്ന് അരുളി ചെയ്തിട്ടുള്ളതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് നീ ഒരു വലിയ വിശുദ്ധ ജനമായിരിക്കുകയും ചെയ്യും. നാലാമതൊരു കാര്യം, ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തപ്പെട്ടവരാ ഇസ്രായേൽ ജനം. സങ്കീർത്തനം 78:52 പറയുന്നു: തൻ്റെ ജനത്തെ ചെമ്മരിയാടുകളെ പോലെ അവിടുന്ന് പുറത്തു കൊണ്ടുവന്നു. ആട്ടിൻ പറ്റത്തെ എന്ന പോലെ മരുഭൂമിയിലൂടെ നയിച്ചു. തൻ്റെ സ്വന്തം ഒരു ആട്ടിൻപറ്റമെന്നുള്ള നിലയിലാണ് യഹോവ ഇസ്രായേൽ ജനത്തെ കരുതി അവരെ നടത്തി പരിപാലിച്ച് മരുഭൂമിയിൽ കൂടെ നടത്തി കനാൻ നാട്ടിൽ കൊണ്ടുവന്നു. വേറൊരു പ്രത്യേകത, അവരുടെ ഹൃദയത്തിൽ ന്യായപ്രമാണം എഴുതപ്പെട്ടിട്ടുണ്ട്. ഹെബ്രായ ലേഖനം 8:10 കർത്താവ് അരുളി ചെയ്യുന്നു: ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും. അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എനിക്ക് ജനവും ആയിരിക്കും. നമ്മൾ പരിച്ഛേദനത്തെക്കുറിച്ച് പറഞ്ഞുവല്ലോ. ഇസ്രായേൽ ജനത്തിന് പരിച്ഛേദന കർമ്മം നടത്തണമെന്നുള്ളത് ദൈവത്താൽ പറയപ്പെട്ട ഒരു നിയമമാണ്. അപ്പം എന്താണ് ഈ പരിച്ഛേദനത്തിൻ്റെ കാര്യം? അതുകൂടെ നമ്മളൊന്നുകൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. പരിച്ഛേദനത്തെക്കുറിച്ച് നമ്മൾ ആദ്യം ബൈബിളിൽ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി 17:9, 10, 11 വാക്യങ്ങൾ ദൈവം അബ്രാഹത്തോട് കൽപ്പിച്ചു. അവിടെ മുതലാണ് ഈ പരിച്ഛേദന കർമ്മത്തിൻ്റെ വാക്യം വരുന്നത്. അബ്രാഹത്തോട് സംസാരിച്ചു, കൽപ്പിച്ചു: നീയും നിൻ്റെ സന്താനങ്ങളും തലമുറ തോറും എൻ്റെ ഉടമ്പടി പാലിക്കണം. നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി ഇതാണ്: നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദനം ചെയ്യണം. നിങ്ങൾ അഗ്രചർമ്മം ഛേദിക്കണം. ഞാനും നിങ്ങളുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും അത്. ഉൽപ്പത്തി 17:14 വാക്യം പറയുന്നു: പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പുരുഷൻ അവനെ സമൂഹത്തിൽ നിന്നും പുറന്തള്ളണം. അവൻ എൻ്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. യോശുവയുടെ പുസ്തകം 5:3-4 വാക്യങ്ങൾ പറയുന്നു: ജോഷുവ ഗിബെയാത്ത് ഹാരാലോത്തിലെത്തിയപ്പോൾ കൽക്കത്തി കൊണ്ട് ഇസ്രായേൽ മക്കളെ പരിച്ഛേദനം ചെയ്തു. അവരെ പരിച്ഛേദനം ചെയ്യാൻ കാരണം ഇതാണ്: ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യുദ്ധം ചെയ്യാൻ പ്രായമായിരുന്ന പുരുഷന്മാർ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ മരിച്ചുപോയി.
ബാക്കിയുള്ളവരെ പിന്നെ പരിച്ഛേദന കർമ്മം ചെയ്തിരുന്നില്ല. അതുകൊണ്ട് ജോഷുവ കൽക്കത്തി കൊണ്ട് അവരെ പരിച്ഛേദനം ചെയ്തു. ഇനി നമുക്ക് 12-ാം വാക്യത്തിലേക്ക് കയറാം. അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരും ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവവിശ്വാസം ഇല്ലാത്തവരും ആയിരുന്നു എന്ന കാര്യം അനുസ്മരിക്കുക. നമ്മൾ പഴയ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന്. അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരായിരുന്നു. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർ മിശിഹ ക്രിസ്തു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്തു വന്നപ്പോൾ അവർക്ക് മനസ്സിലാക്കുവാനോ വിശ്വസിക്കുവാനോ കഴിഞ്ഞില്ല. എന്നാൽ വിജാതീയരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രതീക്ഷ അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ ക്രിസ്തുവിനെ അറിയാത്തവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ ക്രിസ്തുവിനെ തന്നെ അറിയത്തില്ല. എന്നാൽ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർക്കങ്ങനെ ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു. ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരാണ് ഈ വിജാതീയർ. ഈ സമൂഹം, കോമൺവെൽത്ത് എന്നാണ് എൻ്റെ ഉപയോഗിക്കുന്ന വാക്ക്, പൗരൻ എന്നും പറയാറുണ്ട്. ഈ വാക്കുകൾ ഇവിടെയുണ്ട്. പിന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 22:28 ഈ 2 ഇടത്ത് മാത്രമേ ഈ സമൂഹം, കോമൺവെൽത്ത് എന്നുള്ളൊരു വാക്ക് ബൈബിളിൽ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും കൂടെ 2 സ്ഥലത്തേ ഉള്ളൂ. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ റോമൻ പൗരത്വത്തെ കാണിക്കാനാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. വിജാതീയരെ, അതായത് ഇസ്രായേൽ ജനമല്ലാത്ത ദൈവ സമൂഹത്തിൽപ്പെടാത്തവർ, അവർ വിജാതീയർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവർ ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരായിരുന്നു. കാര്യം ദൈവത്തിൻ്റെ ഉടമ്പടി ഇസ്രായേൽ ജനത്തോടാണല്ലോ. അപ്പം വിജാതീയർക്ക് ആ ഉടമ്പടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനും ദൈവവും തമ്മിലുള്ള മഹത്തായ ഉടമ്പടിയിൽ വിജാതീയർ ഉൾപ്പെട്ടിരുന്നില്ല. ഉടമ്പടി ഉറപ്പിക്കുന്നതിനെക്കുറിച്ച് പുറപ്പാട് 24-ാം അധ്യായത്തിൽ എങ്ങനെയാണ് ഉടമ്പടി ഉറപ്പിക്കുന്നത് എന്നൊരു കാര്യം പുറപ്പാട് 24-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, 7-8 വാക്യങ്ങളിൽ. അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ മോശ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും. അപ്പോൾ മോശ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത്. അങ്ങനെയാണ് ആ ഉടമ്പടി ഉറപ്പിക്കുന്നത്. ഈ ഉടമ്പടി താൽക്കാലികമോ കുറച്ച് സമയത്തേക്കോ മാത്രമുള്ളൊരു ഉടമ്പടിയല്ല, അത് ശാശ്വതമാണ്. അത് ശാശ്വതമായ ഉടമ്പടിയാണെന്ന് യേശയ്യ പ്രവാചകൻ സൂചിപ്പിക്കുന്നു. യേശയ്യ 55:3 എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവീൻ, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും, ദാവീദിനോട് എന്നതുപോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. തൽക്കാലത്തേക്കല്ല, ആ സ്നേഹം നിരന്തരം എന്നും ഉണ്ടായിരിക്കുന്നതാണ്. വിജാതീയരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ പ്രത്യാശ ഇല്ലാത്തവരാണെന്ന്. മിശിഹായെക്കുറിച്ചുള്ള പ്രത്യാശയോ ഉയർപ്പിനെക്കുറിച്ചുള്ള പ്രത്യാശയോ ഈ വിജാതീയർക്ക് ഉണ്ടായിരുന്നില്ല. 1 തെസ്സലോനിക്ക 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ പൗലോസ് ഇത് വീണ്ടും സൂചിപ്പിക്കുന്നു. സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി
നിങ്ങൾ അറിവുണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാര്യം ക്രിസ്ത്യ വിശ്വാസികൾക്ക് അവർക്ക് നിദ്ര കഴിഞ്ഞിട്ട്, മരണം കഴിഞ്ഞിട്ട് ഉയിർത്തെഴുന്നേൽപ്പ് ഉണ്ട് എന്ന പ്രത്യാശയുണ്ട്. എന്നാൽ വിജാതിയർക്ക് ആ ഉയിർപ്പിനെക്കുറിച്ച് പ്രത്യാശയില്ലാത്തത് കൊണ്ട് അവർ വിഷമിക്കുക. ഈ ലോക ജീവിതം കഴിഞ്ഞിട്ട് ഇനി എന്തു ചെയ്യും അറിയത്തില്ല. അങ്ങനെ നിങ്ങൾ വിഷമത്തിലായി പോകരുത് എന്നാണ് പൗലോസ് അവരെ ഉപദേശിക്കുന്നത്. നിങ്ങൾ വിശ്വാസമില്ലാത്തവരായിരുന്നു നേരത്തെ. വിജാതിയർ വിശ്വാസമില്ലാത്തവരായിരുന്നു, ദൈവവിശ്വാസമില്ലാത്തവരായിരുന്നു. പുതിയ നിയമത്തിൽ എദോയോ എന്ന പ്രയോഗം, അതാണ് വിശ്വാസം ഇല്ലാത്തവർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വാക്ക് ഇവിടെ മാത്രമേ യഥാർത്ഥത്തിൽ എഴുതിയിട്ടുള്ളൂ. നിരീശ്വരവാദി എന്നുള്ള അർത്ഥത്തിലല്ല, ദൈവത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടവൻ എന്ന അർത്ഥത്തിലുമല്ല. പിന്നെയോ അവർക്ക് ദൈവത്തെക്കുറിച്ച് ശരിയായ അറിവ് ഇല്ല എന്നർത്ഥം. അല്ല നിരീശ്വരവാദിയാണെന്നോ ദൈവം അവരെ തള്ളിക്കളഞ്ഞവരാണോ ആ അർത്ഥത്തിലല്ല. ദൈവത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അവരെയാണ് അതോയി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് കാണിക്കുന്നത്. ആഥൻസിൽ പൗലോസ് ചെന്നപ്പോൾ ഒരു പ്രസംഗം നടത്തി അരിയപ്പാഗസിൽ വെച്ച്. ആഥൻസ് നിവാസികളെക്കുറിച്ച് പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: എല്ലാ വിധത്തിലും മതനിഷ്ഠയുള്ളവരാണ് നിങ്ങളെന്ന് ഞാൻ അറിയുന്നു. മതനിഷ്ഠയുണ്ട്. അജ്ഞാത ദേവന് എന്നെഴുതിയൊരു ബലിപീഠം പൗലോസ് അവിടെ കണ്ടു. പല ദേവന്മാരിങ്ങനെ ഉണ്ട്, ഓരോരുത്തർക്കും ബലിപീഠം പണിത് ഇങ്ങനെ വെച്ചിരിക്കുക. വിജാതിരാണല്ലോ. അജ്ഞാത ദേവന് എന്നും പറഞ്ഞ് ഒരു ബലിപീഠവും അവിടെ പണിത് വെച്ചിരിക്കുന്നു. അത് കണ്ടപ്പോൾ പൗലോസ് ഒരു കാര്യം ചെയ്തു. പൗലോസ് തൻ്റെ പ്രസംഗം ആ ഒരു വിഷയത്തെ ആസ്പദമാക്കി അങ്ങ് പറയാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് ദൈവത്തെക്കുറിച്ച് ഒരു മതനിഷ്ഠയുണ്ട്, മത ആചാരങ്ങളും കർമ്മങ്ങളൊക്കെ നടത്തും. പക്ഷെങ്കിൽ ദൈവത്തെക്കുറിച്ച് ശരിയായ ഒരു അറിവ് ഇല്ല. ഇങ്ങനെയുള്ള ജാതികൾ അന്ന് ഗ്രീക്കിൽ മാത്രമല്ല, ആഥൻസിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. വലിയ ഭക്തി കാണിക്കും, ദൈവത്തെക്കുറിച്ച് ശരിയായിട്ട് അറിയത്തുമില്ല. ആരാണ് യഥാർത്ഥ ദൈവം, ആരെയാണ് ആരാധിക്കേണ്ടത്, ഈ ഇരിക്കുന്നതൊരു വിഗ്രഹമാണ്, ഈ ഒരു ബോധ്യമില്ലാതെ അങ്ങ് നിഷ്ഠകൾ, മതനിഷ്ഠതകൾ നടത്തുന്നവർ ധാരാളമുണ്ട്. അറിവില്ല എന്ന് ചുരുക്കം. അപ്പസ്തോല പ്രവൃത്തികൾ 17:30 പൗലോസ് തന്നെ പറയുന്നു, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. അറിവില്ലാതെ ചെയ്തു പോയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അറിവില്ലാതെ കൊണ്ട് ചെയ്തു പോയതായതുകൊണ്ട് ദൈവം അവരൊക്കെ അങ്ങ് ക്ഷമിക്കും. ആ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല. ആസാ രാജാവിൻ്റെ കാലത്ത് ഇസ്രായേലിൻ്റെ അവസ്ഥയെക്കുറിച്ച് ബൈബിളിൽ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദിനവൃത്താന്തം 2:15 3-4 വാക്യങ്ങൾ. സത്യദൈവമോ പഠിപ്പിക്കാൻ പുരോഹിതനോ നിയമമോ ഇല്ലാതെ ഇസ്രായേൽ ദീർഘകാലം കഴിച്ചു. അവർക്ക് സത്യദൈവത്തെക്കുറിച്ച് അറിയത്തില്ല, അത് പഠിപ്പിക്കാൻ ആളില്ല, പുരോഹിതനില്ല, നിയമങ്ങളില്ല. അങ്ങനെ ഇസ്രായേൽ ജനം വളരെ കാലം അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി. എന്നാൽ കഷ്ടതകൾ നേരിട്ടപ്പോൾ അവർ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. കഷ്ടതകൾ വന്നപ്പോഴാണ് തിരിയുന്നത്. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കുന്നതും. നമ്മൾ ദൈവത്തെ അറിയാതെ ഇങ്ങനെ അങ്ങ് ജീവിക്കും. ദൈവവചനങ്ങളും വായിക്കത്തില്ല, ദൈവവചനങ്ങൾ കേൾക്കത്തുമില്ല, സുഖമായിട്ടങ്ങ് ജീവിക്കും. ഒരു കഷ്ടത വരുമ്പോഴാണ് പിന്നെ ദൈവമേ എന്നൊരു ഓർമ്മ നമ്മളിൽ വരുന്നത്. അവർ അവിടുത്തെ അന്വേഷിച്ചു, കണ്ടെത്തി. ആമോസ് പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചിരിക്കുന്നു. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 8:11 ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദേശത്ത് ഞാൻ ക്ഷാമമയക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനുള്ള ക്ഷാമമോ അല്ല. കർത്താവിൻ്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല. അങ്ങനൊരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഭക്ഷണത്തിൻ്റെ ക്ഷാമത്തെക്കുറിച്ചുമല്ല, ദാഹജലത്തിൻ്റെ അതിനെക്കുറിച്ചുമല്ല ഇവിടെ പറയുന്നത്. വചനം ലഭിക്കുന്നില്ല എന്നുള്ള ആ ക്ഷാമം കൊണ്ട് ജനങ്ങൾ വിഷമിക്കും.
ആ വചനം തേടി ജനങ്ങൾ അന്വേഷിക്കും, കിട്ടുമോ കിട്ടുമോ കിട്ടുമോ, കണ്ടെത്തുന്നുമില്ല. അതാണ് എൻ്റെ സംഗതി. അത്ര ദുരിതം അവർക്കുണ്ടാകുന്നു എന്ന് ചുരുക്കം. വെളിപാട് പുസ്തകത്തിൽ 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ, ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു, എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഇതാണ് നമ്മുടെ സ്ഥിതി. നമ്മുടെ സ്ഥിതി നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷമസന്ധി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൽ നിന്നും അകന്നിരിക്കുകയാണ്. ആരാണ് ഈ ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്നവർ? മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 8-9 വാക്യങ്ങൾ പറയുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. ആരാണ് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നത്? വാ കൊണ്ട്, അധരം കൊണ്ട് ദൈവത്തെ അങ്ങ് ബഹുമാനിക്കുക, ഹൃദയം അങ്ങോട്ടൊന്നും അല്ല. അവർ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുക. ഹൃദയം അകന്നിരിക്കുകയാണെങ്കിൽ അവർ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു എന്നർത്ഥം. മാനുഷികമായ ചില നിയമങ്ങളൊക്കെ പ്രമാണങ്ങളായി പഠിപ്പിച്ച് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, വ്യർത്ഥമാണ്. അതിലൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല. ജെറമ്യ പ്രവാചകൻ 2-ാം അധ്യായം 5-ാം വാക്യം, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നിൽ എന്ത് കുറ്റം കണ്ടിട്ടാണ് എന്നിൽ നിന്നകന്നു പോയത്? മ്ലേച്ഛമായവയെ അനുധാവനം ചെയ്ത് അവരും മ്ലേച്ഛന്മാരായി തീർന്നു. സുഭാഷിതങ്ങൾ 21:16 പറയുന്നു, വിവേകത്തിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവൻ മരിച്ചവരുടെ ഇടയിൽ ചെന്ന് പാർക്കും. ഇനി നമ്മൾ 13-ാം വാക്യത്തിലോട്ട് പ്രവേശിക്കാം. എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. 13-ാം വാക്യം, യേശുക്രിസ്തുവിൻ്റെ രക്തം വഴി നമ്മൾ ദൂരത്ത് നിൽക്കുകയായിരുന്നെങ്കിലും യേശുക്രിസ്തുവിൻ്റെ രക്തം വഴി ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിനോട്, ദൈവത്തോട് സമീപസ്ഥരായിരിക്കുന്നു. ഏശയ്യ 57:18 മുതൽ 18-19 വാക്യങ്ങളുടെ വ്യാഖ്യാനമായ യഥാർത്ഥത്തിൽ പൗലോസ് ഇവിടെ 2:13 പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവൻ്റെ വഴികൾ കണ്ടു എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും, അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കും, അവനെ പ്രതി വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരുവാനിടയാക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, സമാധാനം, ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം, ഞാൻ അവനെ സുഖപ്പെടുത്തും. വിദൂരസ്ഥരായി ചിതറിക്കിടുന്ന യഹൂദരെയാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നതെങ്കിലും വിജാതിരിൽ നിന്നും മാനസാന്തരപ്പെട്ട് യഹൂദമത വിശ്വാസികളായി തീർന്നവരെയാണ് റബിമാർ ഈ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. മതപരിവർത്തനം ചെയ്തവരെ ഉടമ്പടിയുടെ അരികിലേക്ക് കൊണ്ടുവരപ്പെട്ടവർ എന്ന നിലയിലാണ് യഹൂദന്മാർ പറഞ്ഞിരുന്നത്. അവർ ഉടമ്പടിയുടെ അരികിലേക്ക് എത്തി. അങ്ങനെയാണ് യഹൂദന്മാർ ഈ വിജാതിര് മാനസാന്തരപ്പെടുമ്പോൾ അവരെക്കുറിച്ച് പറയുന്നത്. പഴയ നിയമത്തിൽ യഹൂദർ ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരപ്പെടുന്നത് രക്തം വഴിയാണ്. പുറപ്പാടിൻ്റെ 24:8 പറയുന്നു, അപ്പോൾ മോശ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത്. ഒരു ഉടമ്പടി ഉറപ്പിക്കുകയാണ്. പുതിയ നിയമത്തിൽ സഹോദര്യ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മനുഷ്യരെ കൊണ്ടുവരുന്നത് ക്രിസ്തുവിൻ്റെ ബലി അർപ്പണത്താലാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം 22-ാം വാക്യം, നിയമപ്രകാരം മിക്ക വസ്തുക്കളും
രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനം ഇല്ല. ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചിന്തിയത് കൊണ്ടാണ് നമുക്കെല്ലാവർക്കും പാപമോചനം ലഭിച്ചത്. പഴയ നിയമത്തിൽ ശുദ്ധീകരണ കർമ്മം നിർവഹിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു. ലേവ്യ പുസ്തകം 8:15 മോശ പാപപരിഹാര ബലിക്കുള്ള കാളയെ കൊന്ന് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടി ബലിപീഠം ശുദ്ധീകരിച്ചു. ബാക്കി രക്തം ബലിപീഠത്തിൻ്റെ ചുവട്ടിലേക്ക് ഒഴിക്കും. അങ്ങനെ ബലിപീഠം ശുദ്ധി ചെയ്തു. പാപപരിഹാര ബലിക്ക് ബലിപീഠം സജ്ജമാക്കി. മനുഷ്യൻ്റെ പാപപരിഹാരമായിട്ടാണ് ക്രിസ്തു രക്തം ചിന്തിയത്. ദൈവവുമായി മനുഷ്യൻ രമ്യതപ്പെടുന്നതിനു വേണ്ടി ക്രിസ്തു സ്വമനസ അവൻ്റെ ജീവൻ സമർപ്പിക്കുകയായിരുന്നു. പുറജാതികയും യഹൂദനും തമ്മിൽ നിലനിന്നിരുന്ന വലിയ വിടവ് നികത്തി സമാധാനം വരുത്തിയത് ക്രിസ്തുവാണ്. അതാണ് പറഞ്ഞത്, ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം. പുറജാതികളും വിജാതിയരും ഇസ്രായേൽ ജനവുമായിട്ട് നിന്ന ആ അകൽച്ച മാറ്റി സമാധാനം സ്ഥാപിച്ചത് യേശു ക്രിസ്തുവിൻ്റെ രക്തം വഴിയാണ്. 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, കാരണം അവൻ നമ്മുടെ സമാധാനമാണ്, ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. യേശുക്രിസ്തുവാണ് നമ്മുടെ സമാധാനം. ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു വിജാതിയരും ഇസ്രായേൽ ജനവും തമ്മിൽ. ഇപ്പോൾ നമുക്ക് പറയാം, വിജാതിയരും ക്രിസ്ത്യവിശ്വാസികളും തമ്മിലുള്ള ആ അകൽച്ച മാറ്റിക്കളഞ്ഞു, തകർത്ത് കളഞ്ഞു. ബെർലിൻ മതിലിനെ കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കേട്ടിട്ടുണ്ട്. അതിന് ബെർലിൻ മതിൽ ഉണ്ടായിരുന്നപ്പോൾ ഭൗതികവും മനഃശാസ്ത്രപരവുമായ അർത്ഥതലങ്ങൾ ഈ കാര്യത്തിലുണ്ട്. ഈ ഭിത്തി മതിൽ എന്ന് പറയുമ്പോഴുണ്ട്. ജോസഫീസിൻ്റെ വിവരണം അനുസരിച്ച്, വലിയ ഒരു ചരിത്രകാരനാണല്ലോ ജോസഫീസ്, അദ്ദേഹത്തിൻ്റെ വിവരണം അനുസരിച്ച് ദേവാലയത്തിലെ അങ്കണത്തിൻ്റെ ഭിത്തികൾ നിർമ്മിച്ചത് കല്ലുകൊണ്ടാണ്. 3 മുഴം ഉയരമുള്ളതായ ഒരു ഇടഭിത്തിയാണത്. അകത്തെ അങ്കണവും പുറത്തെ അങ്കണവും തമ്മിൽ ആ ഭിത്തിയാണ് വേർതിരിക്കുന്നത്. അപരിചിതരാരും അകത്തേക്ക് പ്രവേശിക്കരുതെന്ന ഒരു അടയാളം അവിടെ കൊടുത്തിട്ടുണ്ട്. ആർക്കും കയറാൻ പാടില്ല. അങ്ങനെ അതിക്രമിച്ച് ആരെങ്കിലും കയറിയാൽ മരണശിക്ഷയാണ് അവന് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ശിലാശാസനം 1871 ഒരു ഉത്ഖനനം നടത്തിയപ്പോൾ അങ്ങനെ ആരും കയറരുത് എന്നുള്ളൊരു ചിഹ്നം അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടുപിടിക്കപ്പെട്ടു. ത്രോഫിമോസ് എന്ന ഒരു എഫെസോസ്കാരൻ ഒരിക്കൽ പൗലോസിൻ്റെ കൂടെ ജെറുസലേമിൽ വന്നു. അപ്പോൾ പൗലോസ് അദ്ദേഹത്തെ കൂടെ ത്രോഫിമോസിനെ കൂടെ ജെറുസലേം ദേവാലയത്തിലോട്ട് കയറ്റി. അത് ഭയങ്കര ഒരു തെറ്റായിട്ടാണ് ഈ കുതിര കണക്കാക്കിയത്. എഫെസോസുകാരനെ, വിജാതീയനായ ഒരു മനുഷ്യനെ ദേവാലയത്തിൽ കയറ്റി. ആരോട് ചോദിച്ചിട്ട്? അങ്ങനെ കയറ്റാൻ പാടില്ലല്ലോ. അത് വധശിക്ഷയ്ക്ക് അർഹമായ ശിക്ഷയാണ്. അത് ജനം കണ്ടുപിടിച്ചു. പൗലോസിനെയൊക്കെ പിടിച്ച് ഇപ്പം കൊന്നുകളയുമെന്നായി. അങ്ങനെ പൗലോസിനെ കൊല്ലാൻ ജനം പരിശ്രമിച്ചു. ദൈവം രക്ഷപ്പെടുത്തി. പൗലോസിന് പിന്നെയും പ്രവർത്തിക്കണമല്ലോ. ഈ വിവരം അപ്പോസ്തല പ്രവർത്തികൾ 21-ാം അധ്യായം 28 മുതൽ 31 വാക്യങ്ങളുണ്ട്. ഏതായാലും ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഈ ശത്രുത അങ്ങ് ഇല്ലാതാക്കി. യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും ബാധിച്ച വിഭജനം എന്ന വ്യവസ്ഥയുടെ ഒരു സൂചകം മാത്രമായിരുന്നു ഇത്. ഈ ഭിത്തി, ഈ ശത്രുത എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ മാത്രമല്ല, എല്ലാ വിധത്തിലും വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്.
അതിൻ്റെ സൂചനമായിട്ടാണ് ആ വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. അശുദ്ധമാക്കുന്ന എല്ലാ സ്വാധീന ശക്തികളിൽ നിന്നും യഹൂദർക്ക് തങ്ങളെ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ട് തൊട്ടാൽ അശുദ്ധമായി പോകും. ഇങ്ങനെ ചില നിയമങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാത്തിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കണമെന്നാണല്ലോ യഹൂദന്മാർ പറയുന്നത്. വിഗ്രഹാരാധന കാരണം വിജാതിയർ തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരുന്നു. വിഗ്രഹാരാധന ഉണ്ടെങ്കിൽ അവരശുദ്ധരാണ്. അപ്പം വിജാതിയരെല്ലാം അങ്ങനെ അശുദ്ധരായിരിക്കുകയാണ്. ആ വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അർത്ഥമുണ്ട്. അസാത്മാർഗ്യമായ ചില ജീവിത രീതിയുടെ ഈ വിഗ്രഹാരാധന എന്ന് പറയുന്ന വാക്കിൽ ഉൾപ്പെടും. അപ്പം അങ്ങനെയാണ് വിജാതിയർ. അപ്പം അതിൽ നിന്നൊക്കെയും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കണം ഈ യഹൂദർ. അതുകൊണ്ട് അവർ വളരെയധികം ശ്രദ്ധിക്കും. ഈ മതിലുകളൊക്കെ ഉണ്ടാക്കിയതിൻ്റെയൊക്കെ ഉദ്ദേശം അതായിട്ടാണ് അവർ പറയുന്നത്. റോമർ 1:23-24 വാക്യങ്ങളിൽ ഈ വിജാതിയർ അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാശക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് അവരെ വിട്ടുകൊടുത്തു. നമ്മളിത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അന്നത്തെ വിജാതിയരെ സംബന്ധിച്ചാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതാണ് അവിടെ കുറിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ഈ പറയുന്ന തെറ്റുകളെല്ലാം ഇന്ന് നമ്മുടെ ഇടയിൽ ഉണ്ട്. അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം, ദൈവമാണ് ഈ അനശ്വരമായ മഹത്വമുള്ളവൻ. ആ മഹത്വം ആർക്കാ കൊടുക്കുന്നത്? ഇപ്പോൾ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി മഹത്വം അതിന് കൊടുക്കുകയാണ്. വിഗ്രഹങ്ങളെ അലങ്കരിക്കുക, അവിടെ കൊണ്ട് പൂവെക്കുക, അതിനെ തൊട്ട് നമസ്കരിക്കുക. അത് പക്ഷികളാകാം, മൃഗങ്ങളാകാം, ഇഴജന്തുക്കളാകാം, അതിനെ ആരാധിക്കുക. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ കൊടുക്കുമ്പോൾ അതിൽ പരം ഒരു വലിയ പാപമുണ്ടോ? കർത്താവ് ഇഷ്ടപ്പെടാത്ത, അവന് ഏറ്റവും വെറുക്കുന്ന ഒരു തിന്മയാണ് ഈ വിഗ്രഹാരാധന. ഞാൻ ഇത് ക്ഷമിക്കത്തില്ല എന്നാണ് കർത്താവ്, അത്ര കഠിനമാണെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം അവരെ ഭോഗാശക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാകുന്നതിന് അവരെ അശുദ്ധിക്ക് വിട്ടുകൊടുത്തത്. ഇന്ന് തന്നെ നമുക്ക് കേരളത്തിൽ അറിയാമല്ലോ, ഇങ്ങനെ അശുദ്ധിയുടെ പാപങ്ങൾ ധാരാളം വർദ്ധിച്ചു വരുന്നു. ദൈവം എന്തിനാണ് ഇത് വിട്ടുകൊടുത്തത്? അവരെ അശുദ്ധിക്കങ്ങ് വിട്ടുകൊടുത്തതാണ്. കാരണം അവർ സത്യദൈവത്തെ അറിയുന്നില്ല. അവരുടെ ശരീരങ്ങൾ കൊണ്ട് അവർ പാപം ചെയ്യുന്നു. ദൈവം അവരെ അങ്ങ് വിട്ടു. ഇതാണ് നമ്മൾ കാണുന്നത്. സത്യ ആരാധനയും സാന്മാർഗിക ജീവിതവും സംരക്ഷിക്കാൻ അവർക്ക്, യഹൂദരെ സംബന്ധിച്ചാണ് പറയുന്നത്, തങ്ങളെ തട്ടിമറിക്കുന്ന സ്വാധീന ശക്തികളിൽ നിന്നും വേർപെട്ട് നിൽക്കേണ്ടത് ഉണ്ടായിരുന്നു. നിയമം യഹൂദ ജനതയ്ക്ക് ഒരു സംരക്ഷണ വേലിയായിരുന്നു. യഹൂദന്മാർക്ക് നിയമം കൊടുത്തതിൻ്റെ ഒരു ഉദ്ദേശം അതാ, അവരെ സംരക്ഷിക്കപ്പെടണം. ഇതിനപ്പുറത്തോട്ട് നിങ്ങൾ പൊക്കളയരുത് എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അരിയോസ്റ്റാസ് എന്ന് പറയുന്ന എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, നിയമങ്ങൾ തന്നവൻ പിടിച്ചടക്കുവാൻ സാധ്യമല്ലാത്ത കോട്ടകൾ കൊണ്ടും മറ്റ് രാജ്യങ്ങളുമായി ഇടപഴകുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഇരുമ്പ് ഭിത്തികൾ കൊണ്ടും അങ്ങനെയാണ് ഞങ്ങളെ സംരക്ഷിച്ചത്. അത് ശരീരത്തിലും ആത്മാവിലും ശുദ്ധിയുള്ളവരായി തന്നെ നിലകൊള്ളുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ശരിയായ വിധത്തിൽ സാമൂഹ്യ സമ്പർക്കത്തിന് ഇത് വിഘാതമായിരുന്നു. എല്ലാവരും സോഷ്യൽ കോണ്ടാക്റ്റ് എല്ലാവരുമായിട്ടും പറ്റത്തില്ല. വിഗ്രഹങ്ങളിൽ നിന്നോ വിഗ്രഹാർപ്പിത ഭക്ഷണങ്ങളിൽ നിന്നോ ഉള്ള മലിനീകരണത്തെ ഭയന്ന്
വിജാതിയരോടൊപ്പം ഭക്ഷണം കഴിക്കുവാനോ അവരുടെ വീട്ടിൽ പ്രവേശിക്കുവാനോ യഹൂദർക്ക് കഴിഞ്ഞിരുന്നില്ല. വിജാതിയരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനൊക്കത്തില്ല, അവരുടെ വീട്ടിൽ പ്രവേശിക്കാനൊക്കത്തില്ല, കാരണം മലിനമായി പോകും. സാന്മാർഗ കാര്യങ്ങളെക്കുറിച്ചുള്ള യഹൂദരുടെ ശുദ്ധതയെ വിജാതിയരായ ചിലർ അംഗീകരിക്കുകയും അവർ സിനഗോഗുകളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്തു. വിജാതിയർ ചിലർക്ക് യഹൂദരുടെ ഈ നിയമങ്ങളൊക്കെ ഇഷ്ടമായി, ചിലരങ്ങനെ സിനഗോഗുകളിലേക്ക് ആകർഷിക്കപ്പെട്ടവരുമുണ്ട്. ജാതികൾ മാനസാന്തരപ്പെടും, അത് പ്രവചനങ്ങളുണ്ട്. സങ്കീർത്തനം 22:27 ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ അടുത്തേക്ക് തിരികുകയും ചെയ്യും. എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധനയർപ്പിക്കും. ഇസ്രായേൽ ജനങ്ങൾക്ക് മാത്രമല്ല, മറ്റ് ജാതികൾ കർത്താവിലേക്ക് വരുമെന്നത് ഒരു പ്രവചനമാണ്. സങ്കീർത്തനം 22 ഇപ്പം നമ്മളത് വായിച്ചത്. യേശയ്യായുടെ പുസ്തകത്തിൽ 9:2-3 അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു, അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തുക്കൾ പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുമ്പിൽ ആഹ്ലാദിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 7:14 എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി. അവൻ്റെ രാജ്യത്വം ശാശ്വതമാണ്. ആ രാജ്യത്വം ഒരിക്കലും ഇല്ലാതാകുന്നില്ല. അവൻ്റെ രാജ്യത്വം അനശ്വരമാണ്. ജാതികളുടെ മാനസാന്തരം, അപ്പോസ്തല പ്രവൃത്തികൾ, പൗലോസിൻ്റെ ലേഖനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ വെച്ച് പത്രോസിൻ്റെ പ്രസംഗം കേട്ട് വിജാതിയർ മാനസാന്തരപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ ക്രിസ്തീയ സഭ പെന്തക്കോസ്ത് നാളിൽ രൂപീകൃതമായി. പത്രോസ് അവിടെ വെച്ചൊരു പ്രസംഗമൊക്കെ ചെയ്തു. 3000 പേരാണ് പത്രോസിൻ്റെ ആദ്യത്തെ ഒരു പ്രസംഗം കേട്ട് തന്നെ മാനസാന്തരപ്പെട്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? യോവേൽ പ്രവാചകൻ പറഞ്ഞതാണത്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും, അവർ അന്യഭാഷകളിൽ സംസാരിക്കും. അവിടെ കൂടിയ വലിയ ജനം, കൂടാരപ്പെരുന്നാൾ, ആ ജനങ്ങളെല്ലാം അവിടെ വന്നിട്ട് ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഏതാണ്ട് 13 രാജ്യങ്ങളുടെ പേര് തന്നെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ശബ്ദവും ബഹളവും കേട്ടപ്പോൾ അവരെല്ലാം അവിടെ കൂടി, അവരെല്ലാം വന്ന് നിൽക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഓരോരുത്തരും അവരവരുടെ മാതൃഭാഷയിലാണ് അപ്പസ്തലന്മാർ സംസാരിക്കുന്നത്, കേൾക്കുന്നത്. അത് അതിശയമായിപ്പോയി. ഇത് പുതുവീഞ്ഞ് കുടിച്ചതുകൊണ്ട് സംഭവിച്ചതാണോ എന്നാണ് ചിലർ സംശയിച്ചത്. പത്രോസ് അവരുടെ ആ ആരോപണവും കേട്ടിട്ട് എഴുന്നേറ്റുന്നൊരു പ്രസംഗം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലല്ലാതെ അങ്ങനെ പ്രസംഗിക്കാൻ ഒക്കത്തില്ല. കാരണം പത്രോസ് അത്ര വിദ്യാഭ്യാസമുള്ളവനോ ഇത്രയും ഗഹനമായ കാര്യങ്ങൾ അറിയാവുന്നവനോ ഒന്നും ആയിരിക്കണമെന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ തൊഴിൽ മീൻപിടുത്തമായിരുന്നല്ലോ. പക്ഷേ അദ്ദേഹം നല്ലൊരു പ്രസംഗം, ഹൃദയങ്ങളിലേക്ക് കയറുന്ന ഒരു പ്രസംഗം പത്രോസ് ചെയ്തു. എന്തുകൊണ്ടാണ് ഈ അന്യഭാഷ സംസാരിക്കുന്നത് അദ്ദേഹം വിശദീകരിച്ചു. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞു. അന്ന് തന്നെ 3000 പേര് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് സ്നാനപ്പെടുത്തി. എങ്കിലും ആദ്യകാലങ്ങളിൽ, ആദ്യ സമയങ്ങളിൽ യഹൂദരാണല്ലോ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്.
അപ്പോൾ രക്ഷ യഹൂദന്മാർക്ക് മാത്രമാണെന്നുള്ളൊരു ചിന്ത പൊതുവെ അവർക്കുണ്ട്. അപ്പോസ്തലന്മാരെല്ലാവരും യഹൂദരായിരുന്നു. അപ്പോൾ ഈ വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം യഹൂദർക്കുള്ളതാണ്. അങ്ങനെ വിശ്വസിച്ചാൽ യഹൂദരായ ഈ ആൾക്കാരെ വിശ്വസിക്കും, രക്ഷ പ്രാപിക്കും എന്നായിരുന്നു ഒരു ധാരണ അവർക്കുണ്ടായിരുന്നത്. കാരണം അവരെങ്ങനെ യഹൂദരെ വിചാരിച്ചിരുന്നത് രക്ഷ അവർക്കുള്ളതാണ്, മിശിഹ വരുമെന്നവർക്കറിയാം. പക്ഷെ മിശിഹ വന്നപ്പോൾ അവർക്ക് മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കിയ ജനം ക്രിസ്തുവിൽ വിശ്വസിച്ചു. അപ്പോൾ ക്രിസ്ത്യ വിശ്വാസികൾ എന്ന് പറയുന്നത് യഹൂദ ക്രിസ്ത്യാനികളാണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം യഹൂദരായവർ ക്രിസ്ത്യ വിശ്വാസത്തിൽ കടന്നു വരുന്നവരാണ്. അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ ക്രിസ്തു വരുമെന്ന്. അപ്പോൾ അത് പത്രോസും ഇവരെല്ലാം പ്രസംഗിക്കുന്നത്, യേശുവിൻ്റെ പ്രസംഗങ്ങൾ കേട്ടത്, യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടപ്പോൾ ഒത്തിരി പേരൊക്കെ വിശ്വസിച്ചു. ഇപ്പോൾ പത്രോസിൻ്റെ പ്രസംഗം അനുസരിച്ച് 3000 പേര് ക്രിസ്ത്യ വിശ്വാസികളുമായി. അപ്പോൾ ക്രിസ്ത്യ വിശ്വാസികൾക്ക് എന്ന് പറയുന്നത് യഹൂദർക്ക് കിട്ടുന്ന ഒരു വലിയ ആനുകൂല്യമായിട്ട് ആദ്യം ചിന്തിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോപ്പായിൽ വെച്ച് പത്രോസിന് ഒരു ദർശനം ഉണ്ടാകുന്നത്. ഒരു വിരിപ്പിങ്ങോട്ട് ഇറങ്ങി വരുന്നു. യഹൂദന്മാർക്ക് ഭക്ഷിക്കാൻ പാടില്ലാത്ത ജീവികളൊക്കെ അതിൻ്റെ അകത്ത് കാണുന്നു. സ്വർഗത്തിൽ ശബ്ദമുണ്ടാകുന്നു, പത്രോസേ നീ എഴുന്നേറ്റ് ഇത് അർത്ഥ ഭക്ഷിക്കുക. ഏത്? യഹൂദർക്ക് ഭക്ഷിക്കാൻ പാടില്ലാത്ത അശുദ്ധ ജീവികൾ അതിൻ്റെ അകത്തിരിക്കുന്നു. കർത്താവ്, ഞാനൊരു യഹൂദനായിട്ട് ഞാനിങ്ങനൊന്നും ഇത് ഭക്ഷിച്ചിട്ടില്ല, നിയമങ്ങളനുസരിച്ചാണല്ലോ ഞാൻ ജീവിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ആരാണ് ഇതിനെ മലിനമാക്കിയത്? 3 പ്രാവശ്യം ദർശനമുണ്ടായി. 3-ാമത്തെ പ്രാവശ്യം അതങ്ങ് സ്വർഗത്തിലോട്ടങ്ങ് എടുക്കപ്പെട്ടു. അപ്പോഴാണ് പത്രോസ്, ദൈവം പറഞ്ഞു നിന്നെ തിരക്കി ആൾക്കാർ നിൽക്കുന്ന താഴെ. അവർ പത്രോസിനെ തിരക്കി വന്നതാണ്. അത് കൊർണോലിയോസ് എന്ന് പറയുന്ന ശതാധിപൻ അയച്ച 3 ആൾക്കാരാണ്. അവർ കാര്യം പറഞ്ഞു. കൊർണോലിയോസ് എന്ന് പറയുന്ന ശതാധിപൻ വിജാതീയനാണല്ലോ, അവൻ ആളയിച്ചതാണ്. നീ അങ്ങോട്ട് വരണമെന്ന് മാലാഖ അറിയിച്ചു. മാലാഖയുടെ ദർശനം ഉണ്ടായി അദ്ദേഹത്തിന്. നീ എങ്ങനെയാണ് രക്ഷ ലഭിക്കുന്നത് എന്ന് നീ വന്ന് അവിടെ പ്രസംഗിക്കുമെന്നാണ് മാലാഖ അറിയിച്ചിരിക്കുന്നത്. അവിടെ നീ വരണം. ഏതായാലും പത്രോസ് അവിടെ ചെന്നു. എന്താണ് വിളിച്ചത്? അത് നിന്നിൽ നിന്ന് രക്ഷയ്ക്കുള്ള മാർഗം നീ പറഞ്ഞു തരുമെന്ന് മാലാഖ ഇങ്ങനെ അറിയിച്ചു. വിവരങ്ങളൊക്കെ പറഞ്ഞു. അവിടെ ധാരാളം പേരെ ബന്ധുജനങ്ങളെയൊക്കെ കൊർണേലിയോസ് ഇങ്ങനെ കൂട്ടി അവിടെ പ്രസംഗം കേൾക്കാനായിട്ട് നിൽക്കുകയാണ്. പത്രോസ് എഴുന്നേറ്റ് വായി തുറന്ന് പ്രസംഗിച്ചു. ഞാൻ കണ്ട ദർശനം കൂടെ അവിടെ പറഞ്ഞു. അങ്ങനെ ആത്മനിറവിൽ പ്രസംഗിക്കാൻ പത്രോസിന് സാധിച്ചു. നമ്മൾ കേൾക്കുന്നത് പ്രസംഗം കേട്ടോണ്ട് ഇരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, പത്രോസ് പറയുന്നത്, നമ്മുടെ മേലെന്നതുപോലെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ അഗ്നിനാവിൻ്റെ രൂപത്തിലാണ് പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവ് വന്നത്. അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും. മാത്രമല്ല അവർക്ക് സംഭവിച്ച പോലെ ഇവിടെ സംഭവിക്കുന്നു. അന്യഭാഷയിൽ അവർ സംസാരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ പത്രോസിനൊരു കാര്യം മനസ്സിലായി. പരിശുദ്ധാത്മാവ് വന്നു, അവർ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എങ്കിൽ ബാഹ്യമായി കാണപ്പെടുന്ന ഈ ജലം സ്നാനപ്പെടുത്തുന്നതിന് എന്തിനാ ഞാൻ തടസ്സപ്പെടുത്തുന്നത്? അവരെല്ലാവരും സ്നാനപ്പെടുത്തി. ക്രിസ്ത്യ വിശ്വാസികളുടെ എണ്ണം 5000-ഓളമായിട്ട് ഉയർന്നു. ഇപ്പോൾ ഒരു വലിയ കാര്യം മനസ്സിലായി. രക്ഷ യഹൂദർക്ക് മാത്രമല്ല വിജാതിയർക്കുമുള്ളതാണ് എന്ന് മനസ്സിലായി. ഇങ്ങനെയാണ് ലോകം മുഴുവനും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരാൻ ദൈവം ഇടയാക്കിയത്. പത്രോസിനെ ആദ്യം ഉപയോഗിച്ചെങ്കിലും ഈ വിജാതിയർക്ക് വേണ്ടി ഒരു അപ്പസ്തോലനെ തിരഞ്ഞെടുത്തതാണ് പൗലോസ്. അതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. വിജാതികളുടെ അപ്പസ്തോലൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ഇപ്പം വിജാതിയർക്കും രക്ഷയുണ്ടെന്നുള്ള കാര്യം ബൈബിളിലുണ്ട്, പത്രോസിൻ്റെ വാക്കുകളിലുണ്ട്, അപ്പോസ്തല പ്രവൃത്തികളിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്, പൗലോസിൻ്റെ ലേഖനങ്ങളിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ പൗലോസ് എഴുതുന്നു, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ
സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭോഷത്വം വഴി രക്ഷിക്കുവാൻ അവിടുന്ന് തിരുമനസ്സായി. ഇതാണൊരു പ്രത്യേകത. കർത്താവ് തിരുമനസ്സായിരിക്കുന്നു. എന്തിന്? സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭോഷത്വം വഴി എല്ലാവരെയും രക്ഷയിലേക്ക് കൊണ്ടുവരണം. അതാണ് കർത്താവിൻ്റെ തീരുമാനം. അതിനാണ് ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കണമെന്ന് പറഞ്ഞത്. ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കാൻ ജാതികൾക്ക് വേണ്ടി ഒരു അപ്പോസ്തലനെ പൗലോസിനെ വേർതിരിച്ച് വിളിച്ചെടുത്തത്. എൻ്റെ നാമം വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു വലിയ യാനപാത്രമാണ് അവനെന്ന് പൗലോസിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എല്ലായിടത്തും പ്രസംഗിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭോഷത്വം വഴി രക്ഷിക്കാൻ ആ ദൈവം തിരുമനസ്സായത്. എല്ലാവരും എങ്ങനെ രക്ഷിക്കപ്പെടണമല്ലോ. അപ്പോൾ എല്ലാവരും ഇത് അറിയണമല്ലോ. യേശുക്രിസ്തു ആണ് രക്ഷകനെന്നും അവനെ വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ എന്നുമുള്ളത്. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആ സുവിശേഷം എല്ലാവരും കേൾക്കണമല്ലോ. എല്ലാവരും കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പറയണം. അതിനെയാണ് സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത്. അപ്പോൾ ജനം വിചാരിക്കും, ഈ സുവിശേഷം എന്തിനായി മുക്കിലും മൂലയിലും വഴിയിലും ആ കോണിലൊക്കെ നിന്ന് ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ എന്ന് ചില മനുഷ്യർ വിചാരിക്കും. പക്ഷേ ഭോഷത്വമെന്ന് ജനങ്ങളെ വിചാരിക്കുന്ന ഈ ഭോഷത്വം അത് ഉപയോഗിച്ചാണ് ദൈവം ചെയ്തിരിക്കുന്നത്. വിശ്വാസികളായവരെ, വിജാതിയരിൽ നിന്ന് വിശ്വാസികളായവരെ സഭയോട് ചേർക്കുക എന്നുള്ള കൃത്യം ലോകം മുഴുവനും, യഹൂദർ മാത്രമല്ലല്ലോ, അവരോടെല്ലാവിധ അറിയിച്ച് ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് ഉപയോഗിച്ച മാർഗമെന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണമാണ്. അതിനാണ് ഇതിന് പ്രാധാന്യം. ഭോഷത്വം എന്ന് ആൾക്കാർ പറയും, പക്ഷേ ഇതാണ് എൻ്റെ മാർഗം. ഇതിന് പകരം വേറൊന്ന് വെച്ച് രക്ഷപ്പെടാമെന്നൊന്നും വിചാരിക്കാനൊക്കത്തില്ല. സുവിശേഷ പ്രഘോഷണം നടത്തുക തന്നെ വേണം. അതാണ് അതിൻ്റെ മാർഗം. അങ്ങനെയാണ് അനേകരെ രക്ഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ സാധിക്കുന്നത്. ബൈബിൾ അത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നാം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് എഫെസോസ് 2-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. പരിച്ഛേദന കർമ്മം യഹൂദന്മാരുടെ ഇടയിൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ക്രിസ്ത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പരിച്ഛേദന ഒരു വലിയ കാര്യമൊന്നുമല്ല. അതിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. കാരണം അതിന് ഹൃദയത്തിലൊരു മാറ്റം വരുത്താൻ സാധിക്കുന്നില്ല. ഹൃദയ പരിവർത്തനമാണ് യഥാർത്ഥത്തിൽ, പരിച്ഛേദനമാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ടത് എന്ന് നമുക്കറിയാം. വിജാതരെല്ലാം ക്രിസ്തുവിനെ അറിയാത്തവരായിരുന്നു. ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അവർ അപരിചിതരായിരുന്നു. സുവിശേഷത്തിലൂടെ അവരെയും ക്രിസ്തുവിൻ്റെ രക്തത്താൽ ദൈവവുമായി രമ്യതപ്പെടുത്തിയത് ക്രിസ്തുവിൻ്റെ രക്തത്താലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വേർതിരിവിൻ്റെ ഭിത്തി ഇല്ലാതാക്കിയത് ക്രിസ്തുവിൻ്റെ രക്തമാണ്. നമുക്ക് ആ സത്യദൈവത്തെ ആരാധിക്കാം. അവൻ മാത്രമാണ് ഏകരക്ഷകൻ. ഈ സുവിശേഷമാണ് നമ്മൾ അറിയിക്കേണ്ടത്. ഏതെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ രക്ഷപ്പെടാമെന്നൊന്നും ആർക്കും വിചാരിക്കാനൊക്കത്തില്ല. ഒരു വഴിയേ ഉള്ളൂ. ആകാശത്ത് താഴെ ഭൂമിയിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരു നാമമേ ഉള്ളൂ. അത് യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. അവനിൽ കൂടെ നമുക്ക് രക്ഷപ്പെടാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ 130-ാം എപ്പിസോഡിൽ എഫെസോസ് 2:15 മുതൽ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. ആമീൻ, ആമീൻ, ആമീൻ.